ഹലോ ഓൾ, വെൽക്കം ബാക്ക്. സോ ഈ ഒരു സ്പെസിഫിക് വീഡിയോയിൽ ആരൊക്കെയാണ് യൂസേഴ്സ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്, അവരെങ്ങനെയാണ് നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമുക്ക് കൺസിഡർ ചെയ്യാൻ പോകുന്നത്. സോ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ ഏറ്റവും പ്രൈമറി ആയിട്ടുള്ള യൂസേഴ്സ് എന്ന് പറയുന്നത് ആരാ? ആ എക്സ്റ്റേണലി ഉള്ള ആരൊക്കെയാണ്? നമുക്ക് ക്യാപിറ്റൽ തരുന്ന നമ്മൾ ഇൻവെസ്റ്റേഴ്സ്, അല്ലെങ്കിൽ നമുക്ക് കടം തരുന്ന ക്രെഡിറ്റേഴ്സ് ഒക്കെ ഞാൻ ഇൻ ഡീറ്റെയിൽ ഇനീഷ്യലി പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതിൻ്റെ തന്നെ ഒരു റിപ്പീറ്റേഷനാണ് ഇവിടെ വരാൻ പോകുന്നത്. പക്ഷേ മൂവിങ് ഫോർവേഡ് സെക്കൻഡ് പാർട്ടിലേക്ക് നമ്മൾ എന്താ പറയുന്നത്, ഇതിൻ്റെ ഡിവിഷനാണ് എങ്ങനെ ഇന്റേണൽ എക്സ്റ്റേണൽ എന്നൊക്കെ നമ്മൾ എങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്യുന്നത് എന്നുള്ളത്. ഓക്കെ, സോ നമുക്ക് നോക്കാം. എല്ലാവർക്കും ഇതെന്തിനാണ് നമ്മൾ കൊടുക്കുന്നത്? ഡിസിഷൻ യൂസ്ഫുൾനെസ്. അവർക്കൊരു ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഡാറ്റാൻ്റെ ആവശ്യമുണ്ട്. ആ ഡാറ്റ നമ്മൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ചെയ്ത് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്നുള്ള രീതിയിൽ പാസ് ഓൺ ചെയ്യുന്നത്. ഓക്കെ, സോ ഇവിടെ പ്രൈമറി യൂസേഴ്സ് ആയിട്ട് ആരാ വരുന്നത്? എക്സിസ്റ്റിംഗ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഇൻവെസ്റ്റേഴ്സ്, ലെൻഡേഴ്സ് അല്ലെങ്കിൽ അതർ ക്രെഡിറ്റേഴ്സ്. നമുക്ക് പൈസ തരുന്ന ആൾക്കാരാണ് ഏറ്റവും പ്രൈമറി യൂസേഴ്സ് എന്ന് പറയുന്നത്. സോ അവർക്ക് എന്തിനാണ്? അസസ് ദെയർ എക്സ്പെക്ടേഷൻ ഓഫ് എബൌട്ട് ഫ്യൂച്ചർ നെറ്റ് ക്യാഷ് ഇൻഫ്ലോ ഓഫ് ദ കമ്പനി. ഭാവിയിൽ ഈ കമ്പനിയിൽ നിന്നും എന്താ എനിക്ക് കിട്ടും, ഇവിടെ ഇൻവെസ്റ്റ് ചെയ്താൽ എനിക്ക് എന്താണ് മെച്ചം എന്നവർക്ക് അറിയണം. അതായത് അവർക്ക് എത്ര ഡിവിഡൻഡ് ആയിട്ട് അവർ ഇൻവെസ്റ്റ്, ഒരു ഓണർ എന്നുള്ള നിലയിൽ, ഷെയർ ഹോൾഡർ എന്നുള്ള നിലയിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ അവർക്ക് എത്ര ഡിവിഡൻഡ് ആയിട്ട് കിട്ടാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ അവർ കടം കൊടുത്തിട്ടുണ്ടെങ്കിൽ എത്ര ഇൻട്രസ്റ്റ് കിട്ടും, ഇനി കടം കൊടുത്താൽ തന്നെ പ്രിൻസിപ്പൽ പേയ്മെൻറ്റ് എപ്പം ചെയ്യും, അല്ലെങ്കിൽ ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ടോ, കപ്പാസിറ്റി ഉണ്ടോ എന്നൊക്കെ ഇവർക്ക് തിരിച്ചറിയണം. അതാണ് പ്രൈമറി യൂസേഴ്സിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ക്ലാസിഫിക്കേഷൻ, ഡിസ്റ്റിങ്ഷനിലേക്ക് പോവാം. സോ ഇവിടെ രണ്ട് രീതിയിലാണ് നമ്മൾ ഡിസ്റ്റിങ്ക്ട് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഓരോന്നും നോക്കാം. ഒന്നാമത്തത് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ. അത് നമുക്ക് അറിയുന്ന പോലെ തന്നെ ഇന്റേണൽ എന്ന് വെച്ചാൽ എന്താ? കമ്പനീൻ്റെ ഉള്ളിലുള്ള ആൾക്കാരെയാണ് നമ്മൾ ഇന്റേണൽ യൂസേഴ്സ് എന്ന് പറയുന്നത്. കമ്പനീൻ്റെ പുറത്തുള്ള ആൾക്കാരെയാണ് നമ്മൾ എക്സ്റ്റേണൽ യൂസേഴ്സ് എന്ന് പറയുന്നത്. സോ ഇന്റേണൽ യൂസേഴ്സ് ആരൊക്കെയാണ്? മാനേജ്മെൻറ്റ്, എംപ്ലോയി ഒക്കെയാണ് മെയിൻലി ഇന്റേണൽ യൂസേഴ്സ് എന്ന് പറയുന്നത്. അവർക്ക് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആവശ്യം തീരെ ഇല്ല എന്നല്ല, അവർക്കും ആവശ്യമുണ്ട്. പക്ഷേ ഏറ്റവും ഉപകാരം ആർക്കാണ്? എക്സ്റ്റേണലി ഉള്ള നമ്മളെ ഇൻവെസ്റ്റേഴ്സിനൊക്കെയാണ്. സോ ഇവർക്ക് എന്തിനായിരിക്കും ആവശ്യം? ഉള്ളിലുള്ള ഇന്റേണലി ഉള്ള മാനേജ്മെൻറ്റ്, എംപ്ലോയീസിനൊക്കെ എന്തിനായിരിക്കും ആവശ്യം? ഡിസിഷൻ അബൌട്ട് ദ കമ്പനീസ് ഓപ്പറേഷൻസ് ആൻഡ് സ്ട്രാറ്റജി. ആ കമ്പനീൻ്റെ സ്ട്രാറ്റജിയും കാരണം ഇപ്പോൾ കുറേ പൈസ കിട്ടി അവരുടെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഒക്കെ നോക്കി, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ നോക്കിയപ്പോൾ നല്ല പൊസിഷനിലാണുള്ളത്, അത്യാവശ്യം പൈസ അല്ലെങ്കിൽ അത്യാവശ്യം ക്യാഷ് റിസർവ് ഉണ്ട്. അങ്ങനെയാണ് ഇവർക്ക് ചിന്തിക്കാൻ പറ്റും, പുതിയ സ്ട്രാറ്റജിയിൽ പുതിയ പ്രൊഡക്റ്റിലേക്ക് ഇറങ്ങിയാലോ എന്നുള്ള രീതിയിലുള്ള ഡിസിഷനൊക്കെ എടുക്കുന്ന ഇവർക്ക് എത്ര പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് അറിയണം. ഇതറിയണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ ആവശ്യം വരുന്നുണ്ട്. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇന്റേണലി എന്ന് വെച്ചാൽ എന്താ? ഉള്ളിൽ തന്നെയുള്ള ആൾക്കാർ. ഇനി എക്സ്റ്റേണൽ യൂസേഴ്സ് എന്ന് വെച്ചാൽ എന്താ? നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇൻവെസ്റ്റേഴ്സ്, ലെൻഡേഴ്സ്, ക്രെഡിറ്റേഴ്സ്, റെഗുലേറ്റേഴ്സ്, അനലിസ്റ്റ്, ജനറൽ പബ്ലിക് ഒക്കെ എക്സ്റ്റേണൽ. പുറത്തുള്ള ഇന്റേണലി അല്ലാത്ത എല്ലാവരും എന്താ? എക്സ്റ്റേണലി ഉള്ള ആൾക്കാരാണ് എന്ന് മനസ്സിലാക്കുക. അവർക്ക് മെയിൻലി എന്താ? ഡിസിഷൻ, ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ കമ്പനീൻ്റെ പ്രോഫിറ്റബിലിറ്റി നോക്കണം. ഇനി റെഗുലേറ്ററി ബോഡീസ് ആണെങ്കിൽ കമ്പനി എന്താ പറയുക, ലീഗൽ ലോസും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്തിട്ടാണോ പ്രവർത്തിക്കുന്നതെന്ന് അറിയണം. അല്ലെങ്കിൽ ഗവൺമെൻറ് ആണെങ്കിൽ എത്ര ടാക്സ് അടക്കുന്നുണ്ടെന്ന് അറിയണം. അങ്ങനെ കറക്റ്റ് അവർക്ക് ഓരോരുത്തർക്ക് അവരുടേതായ നീഡ് ഉണ്ട്. അതുകൊണ്ടാണ് അവർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ എന്ന് പറഞ്ഞ് പഠിക്കാനുള്ളത്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ്. അത് കുറച്ച് കൺഫ്യൂസിംഗ് ആണ്. അതാണ് നമ്മൾ ഈ വീഡിയോയിൽ സ്പെസിഫിക് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പോകുന്നത്. സോ ഡയറക്റ്റ് യൂസേഴ്സ് എന്ന് വെച്ചാൽ ഇൻഡിവിജ്വൽസ് ഓർ ഗ്രൂപ്പ്സ് ഡയറക്ട്ലി അഫക്റ്റഡ് ബൈ ദ കമ്പനീസ് റിസൾട്ട്സ്. കമ്പനീൻ്റെ റിസൾട്ട് കാരണം ഡയറക്ട്ലി അഫക്റ്റഡ് ആവുന്ന ആൾക്കാരെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എന്താ പറയുക, ഡയറക്റ്റ് യൂസേഴ്സ് എന്ന് പറയുന്നത്. സോ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇവിടെ ആരൊക്കെയാണ് പറയുന്നത്? ഇൻവെസ്റ്റേഴ്സ്. കമ്പനി നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ചിന്തിക്കുക, കമ്പനി നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നല്ലൊരു ഡിവിഡൻഡ് കൊടുക്കും, അല്ലേ? കമ്പനിക്ക് കോടിക്കണക്കിന് പ്രോഫിറ്റ് ഉണ്ട്, അതിൻ്റെ നല്ലൊരു വിഹിതം എടുത്ത് നമ്മൾ ഇൻവെസ്റ്റേഴ്സിന് ഡിവിഡൻഡ് അൻപറിന് കൊടുക്കും. അപ്പോൾ അവർ ഡയറക്ട്ലി അഫക്റ്റഡാ. ഇനി കമ്പനി നഷ്ടമാണെങ്കിൽ ഉണ്ടാക്കുന്നത് അവർക്കൊന്നും കിട്ടില്ല. അപ്പോൾ അവർ ഡയറക്ട്ലി അഫക്റ്റഡാണ്. കമ്പനീൻ്റെ പെർഫോമൻസ് കാരണം ഡയറക്ട്ലി അഫക്റ്റഡ് ആണ് ആര്? ഇൻവെസ്റ്റേഴ്സ്. അതേപോലെ എംപ്ലോയീസ്. നിങ്ങൾ ചിന്തിച്ച് നോക്കുക, കമ്പനി നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ സെയിൽസ് ബോണസ് കാര്യങ്ങൾ എംപ്ലോയീസ് നല്ല ബെനിഫിറ്റ്സ് കൊടുക്കും. അതേസമയം കമ്പനി നല്ല രീതിയിലല്ല പ്രവർത്തിക്കുന്നത്, കമ്പനി കുറേ നഷ്ടം നേരിടുന്നത്, നമ്മൾ എന്ത് ചെയ്യും? ലേ ഓഫ്സ് പറഞ്ഞു വിടും കുറേ ജോലിക്കാരെ, അല്ലെങ്കിൽ അവർ പേ കട്ട് എടുക്കാൻ പറയും, അവർക്ക് കാര്യമായിട്ട് പൈസ കൊടുക്കാത്ത സിറ്റുവേഷൻസ് ഒക്കെ വരും, അല്ലേ? സോ എംപ്ലോയീസും ഡയറക്ട്ലി അഫക്റ്റഡ് ആണ്, കമ്പനീൻ്റെ പെർഫോമൻസ് കാരണം ഡയറക്ട്ലി അഫക്റ്റഡ് ആണ്. ഇനി അതേപോലെ ക്രെഡിറ്റേഴ്സിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ കമ്പനി നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് അവിടെ റിസ്ക് കൂടുതലാണ്. കമ്പനിക്ക് പൈസ ഇല്ലെങ്കിൽ അവർക്ക് ഇൻട്രസ്റ്റ് കിട്ടൂല, അല്ലെങ്കിൽ അവർക്ക് കിട്ടാനുള്ള പൈസ തിരിച്ച് കിട്ടണമെന്നില്ല, കോർട്ട് വഴിയൊക്കെ പോയിട്ട് വേണം കിട്ടാൻ. സോ ക്രെഡിറ്റേഴ്സിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ അവർക്ക് ഡയറക്ട്ലി അഫക്റ്റഡ് ആണ്. അവരാണ് നമ്മൾ ഡയറക്റ്റ് യൂസേഴ്സ് എന്ന് പറയാം. സോ അവരാണ് ഡയറക്റ്റ് യൂസേഴ്സ്. അവരുടെ പ്രൈമറി ഡിസിഷൻ മേക്കിങ്ങിന്, അവിടെ ഇൻവെസ്റ്റ് ചെയ്യണോ, അല്ലെങ്കിൽ അവർക്ക് കടം കൊടുക്കണോ വേണ്ടിയല്ല, ഇവിടെ ജോലി എടുക്കണോ വേണ്ടോ എന്നൊക്കെ ഡയറക്റ്റ്ലി ഡിസിഷൻ എടുക്കുന്ന, അല്ലെങ്കിൽ ആ കമ്പനീൻ്റെ പെർഫോമൻസിൽ ഡയറക്റ്റ്ലി അഫക്റ്റഡ് ആവുന്ന ആൾക്കാരാണ് നമ്മൾ ഡയറക്റ്റ് യൂസേഴ്സ് എന്ന് പറയാം. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, ഇൻഡയറക്റ്റ് യൂസേഴ്സ് എന്ന് വെച്ചാൽ നേരെ ഓപ്പോസിറ്റ് അല്ലേ? ഡയറക്റ്റ്ലി അഫക്റ്റഡ് ആവാത്ത ആൾക്കാരാണോ? അല്ല. ഇൻഡയറക്റ്റ് യൂസേഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ people or groups who represents or advise direct users or govern the marketplace. സോ ഈ ഒരു ഡെഫിനിഷൻ വൃത്തിക്ക് പഠിച്ചു വെച്ചോ.
പീപ്പിൾ ഓർ ഗ്രൂപ്പ്സ് ഹു റെപ്രസെൻറ്റ് ഓർ അഡ്വൈസ് ഡയറക്റ്റ് യൂസേഴ്സ്. സോ നേരത്തെ പറഞ്ഞിരിക്കുന്ന ഡയറക്റ്റ് യൂസേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ അവർക്ക് എന്താണ് അഡ്വൈസ് കൊടുക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ആ ഒരു മാർക്കറ്റ് പ്ലേസിന് ഗവേൺ ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ ഇൻഡയറക്റ്റ് യൂസേഴ്സ് എന്ന് പറയാം. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ മനസ്സിലാകാം. ഫോർ എക്സാമ്പിൾ ഇൻവെസ്റ്റേഴ്സ്. സോ ഈ ഇൻവെസ്റ്റേഴ്സ് ഡയറക്റ്റ്ലി വന്ന് കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യല്ല ചെയ്യുക, ഒരു ബ്രോക്കർ ത്രൂ ആയിരിക്കും ഒക്കെ ചെയ്യാം, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അനലിസ്റ്റിൻ്റെ അഡ്വൈസ് എടുത്തിട്ട്. ഇപ്പോൾ ഞാൻ എന്താ പറയുക, നമ്മൾ ഈ കോഴ്സും കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് ഫിനാൻഷ്യൽ അനലിസ്റ്റ് ആയിട്ട് ഞാൻ ഒരു കമ്പനിയൊക്കെ തുടങ്ങി. എന്ത് ചെയ്തു, കുറേ ആൾക്കാർ എൻ്റെ കമ്പനിയിലേക്ക് ഫണ്ട് പൂളിങ് ചെയ്യും. ഈ ഫണ്ടാണ് ഞാൻ എടുത്തിട്ട് വേറെ വലിയ സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യുക അല്ലേ. സോ ഞാൻ ഫിനാൻഷ്യലി അനലൈസ് ചെയ്യും, എന്താ ഈ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്താൽ ലാഭം കിട്ടും എന്നുള്ള രീതിയിൽ ഫുൾ അനാലിസും കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് പബ്ലിക്കിൻ്റെ നിന്ന് പൈസ എടുത്ത് ഞാനാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. സോ ഇവരെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ആരാ, ഞാനാണ്. ഈ കമ്പനീനെ അല്ലെങ്കിൽ ഈ ജനറൽ പബ്ലിക്കിനെ ഈ കമ്പനീൻ്റെ മുമ്പിൽ റെപ്രസെൻറ്റ് ചെയ്യുന്ന ആരാ, ഞാനാണ്. സോ ഞാനൊരു ഇൻഡയറക്റ്റ് യൂസാണ്. അതാണ് നമ്മൾ ഫിനാൻഷ്യൽ അനലിസ്റ്റിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഫിനാൻഷ്യൽ അനലിസ്റ്റ് ഇവിടെ എന്ത് ചെയ്യുന്നത്, റെപ്രസെൻറ്റ് ചെയ്യുന്ന എന്താണ് ഈ ഡയറക്റ്റ് യൂസർ. ഇൻവെസ്റ്റർ എന്ന് പറയുന്ന ഡയറക്റ്റ് യൂസറിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ആളാണ്. സോ ഇവരൊക്കെയാണ് നമ്മൾ ഇൻഡയറക്റ്റ് യൂസർ എന്ന് പറയാം. അല്ലെങ്കിൽ എന്താ, ഗവേൺ ദ മാർക്കറ്റ് പ്ലേസ്. ഫോർ എക്സാമ്പിൾ പറയുന്നതാണ് സെബി, എന്താണ് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. അവരാണ് എന്ത് ചെയ്യുന്നത്, ഈ മാർക്കറ്റ് പ്ലേസ്, സ്റ്റോക്ക് മാർക്കറ്റിനെ എന്ത് ചെയ്യുന്നത്, റെഗുലേറ്റ് ചെയ്യുന്നത് അല്ലേ. സോ ഈ പ്ലേസിനെ, മാർക്കറ്റ് പ്ലേസിനെ ഗവേൺ ചെയ്യുക അല്ലെങ്കിൽ റെഗുലേറ്റ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഇൻഡയറക്റ്റ് യൂസേഴ്സ് ആണ്. അല്ലെ അഡ്വൈസേഴ്സ്, റെഗുലേറ്ററി ബോഡീസ്. ഇതാണ് ഞാൻ സെബി എക്സാമ്പിൾ പറഞ്ഞത്, സെബി. അതേപോലെ സ്റ്റോക്ക് മാർക്കറ്റ്സ്. സോ ഇതൊക്കെ ഇൻഡയറക്റ്റ് യൂസേഴ്സ് ആണ്. ഈ പ്രോസസ്സ് നടത്താൻ വേണ്ടി സഹായിക്കുന്ന ആൾക്കാരൊക്കെ ഇൻഡയറക്റ്റ് യൂസേഴ്സ് ആണ്. ഇതായിട്ട് ഡയറക്റ്റ്ലി അഫക്റ്റഡ് ആവുന്ന ആൾക്കാർ എന്താണ്, ഡയറക്റ്റ് യൂസേഴ്സ് ആണ്. സോ ഈ ഒരു ബേസിക് ഡിഫറൻസ് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. സോ യൂസേഴ്സ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്താണെന്ന് പറഞ്ഞു, ഡീറ്റെയിൽ ആയിട്ട് പറയാനില്ല, കാരണം നിങ്ങൾ ചിന്തിച്ച് നോക്കാം, എല്ലാവർക്കും ആവശ്യമുണ്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്, എല്ലാവർക്കും ആവശ്യമുണ്ട്. പക്ഷേ അവരുടെ ഇമ്പോർട്ടൻസ് ചേഞ്ച് ചെയ്യും. കാരണം ഒരു എക്സ്റ്റേണൽ യൂസർ, ഒരു ഇൻവെസ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻ്റ് ആണ്. ഒരു വേറെ ആൾ എംപ്ലോയിനെ സംബന്ധിച്ചിടത്തോളം അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. അങ്ങനെ പല രീതിയിൽ ഓരോരുത്തർക്ക് അവരുടേതായ പ്രയോറിറ്റീസും കാര്യങ്ങളുണ്ട്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എല്ലാവർക്കും ഇതിലൊരു കണ്ണുണ്ടാവും എന്നുള്ള കാര്യം നിങ്ങൾ തിരിച്ചറിയാം. ഓക്കെ, സോ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് എന്താ കവർ ചെയ്യാനുള്ളത്, കമ്പോണൻസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്ന ഏരിയയും കൂടി ഉണ്ട്. സോ അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കവർ ചെയ്യാം. മൂവ് ടു ദ നെക്സ്റ്റ് വീഡിയോ.